നമസ്കാരം. പേർഷ്യൻ ഗൾഫിൽ യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കൻ കപ്പലുകളടക്കം 2 കൂറ്റൻ ചരക്കു കപ്പലുകൾ ഇറാൻ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ഇതോടെ പശ്ചിമേഷ്യയിൽ 2 ആഴ്ചയായി തുടരുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട്. അത്യാധുനിക അന്തർവാഹിനി ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ഈ മിന്നലാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും നിരവധി പേരെ കാണാതായതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കം പൂർണ്ണമായും തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാഖ് തീരത്ത് 2 എണ്ണക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ നടത്തിയ ചാവേർ ബോംബ് ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരനാണ് കൊല്ലപ്പെട്ടത്. അതേസമയം കൊല്ലപ്പെട്ട ഈ ഇന്ത്യൻ പൗരന്റെ വിശദാംശങ്ങൾ ഇതുവരെയും വ്യക്തമായിട്ടില്ല. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 27 ജീവനക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും രക്ഷപ്പെടുത്തിയതായാണ് ഇറാഖിലെ ബസ്ര നഗരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ മരിച്ചയാളുകളെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങളോ കൂടുതൽ സ്ഥിരീകരണമോ ലഭ്യമായിട്ടില്ല. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് വഴി നീങ്ങുന്ന കപ്പലുകൾക്ക് ഇറാൻ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചത്. തായ്ലൻഡ്, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നും എണ്ണയും മറ്റ് അവശ്യ സാധനങ്ങളുമായി പോയ കപ്പലുകൾ ഇതിനോടകം തന്നെ കടലിടുക്കിൽ വെച്ച് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ നാവികസേന കടലിൽ ശക്തമായ സുരക്ഷാ വലയം തീർത്തു എങ്കിലും ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയെ പ്രതിരോധിക്കുന്നതിൽ അവർക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. ചരക്കു കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ഈ നീക്കങ്ങൾ ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ചരക്കു നീക്കം മന്ദഗതിയിലായതോടെ ലോകമെമ്പാടും ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. കടലിടുക്കിലെ അനിശ്ചിതത്വം തുടരുന്നത് വരും ദിവസങ്ങളിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സങ്കീർണമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയിലാണ് ലോക രാഷ്ട്രങ്ങൾ. മേഖലയിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആദ്യത്തെ നേരിട്ടുള്ള ആക്രമണം കൂടിയാണ് ഇത്. ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു തുള്ളി എണ്ണ പോലും കടത്തിവിടില്ല എന്ന ഇറാന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ നാടകീയ നീക്കങ്ങൾ ഉണ്ടായത്. അമേരിക്കൻ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ളതും മാർഷൽ ഐലൻഡ്സ് പതാക വഹിക്കുന്നതുമായ സേഫ് സി വിഷ്ണു എന്ന കപ്പലിന് നേരെയാണ് ഇറാന്റെ ചാവേർ ബോംബിട്ട് കയറിയത്. ഇറാഖിലെ ഖോർ അൽ സുബൈർ തുറമുഖത്തിന് സമീപം ഇറാഖിന്റെ സമുദ്ര അതിർത്തിക്കുള്ളിലായിരുന്നു സംഭവം. ആക്രമണത്തെ തുടർന്ന് 2 എണ്ണക്കപ്പലുകൾ വൻതോതിൽ തീപിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഗ്രീസ് കമ്പനി പ്രവർത്തിക്കുന്ന മാൾട്ടീസ് പതാകയുള്ള സെഫിറോസും അമേരിക്കൻ കമ്പനിയുടെ സെഫീസ് വിഷ്ണു എന്നിവയാണ് കത്തിക്കരിഞ്ഞത്.